ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 106 റിസൾട്ട്. 70 മുതൽ 140 വരെ ആവാം. ഇന്നത്തെ ഡേറ്റ് നിങ്ങൾ നോക്കിക്കോളി. അതേപോലെ എൻ്റെ പേര് ഷംസുദ്ദീൻ. നിലമ്പൂരിൽ നിന്നാണ് ഇത് ചെക്ക് ചെയ്തത്. ബാക്കി കാര്യം ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഷുഗർ രോഗം എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുഴുവൻ വീഡിയോസും കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഷുഗർ രോഗത്തിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അത് ഇത്ര ഗൗരവമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിർബന്ധമായിട്ടും നമ്മൾ ഷുഗർ രോഗത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ രോഗം ഒരു മാറുന്ന ഒരു അസുഖമാണ്. ഷുഗർ രോഗം മാറാത്ത അസുഖമല്ല. പക്ഷെ ഇത്രയും കാലം നമ്മുടെ ആളുകൾ മനസ്സിലാക്കിയിരുന്നത് ഷുഗർ രോഗം മാറൂല, പിന്നെ മരുന്നൊന്നുമില്ലാതെ തന്നെ മാറുന്നു പറയുമ്പോൾ തന്നെ ഒരു ഭയമാണ്. മരുന്നില്ലാതെ മാറും എന്നൊരു സംശയം തോന്നും. കുറെ ആൾക്കാരുടെ പ്രശ്നമാണ് മരുന്നില്ലാതെ ഇപ്പൊ എങ്ങനെ ഷുഗർ മാറും. മരുന്ന് ഉണ്ടായിട്ട് ഇവിടെ മാറുന്നു, മരുന്ന് കുടിച്ചിട്ട് ഇവിടെ മാറുന്നു. മരുന്ന് കുടിച്ചിട്ട് ഇപ്പൊ മരുന്ന് കുടിക്കുന്നതിന്റെ ശബ്ദം കേൾക്കുന്ന ഷുഗർ രോഗിയ നിങ്ങളെ ഷുഗർ മാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴും ഭയമല്ലേ. ഇതത് മാത്രമല്ല, നിങ്ങളെ മനസ്സിൽ എപ്പോഴും എന്താണ്, നിങ്ങളൊരു ഷുഗർ രോഗിയാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കില്ലേ. അതേപോലെ തന്നെ നിങ്ങളൊരു പാർട്ടിയിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോ പോവുകയാണെങ്കിൽ അവർ തരുന്ന ചായ കുടിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്, പിന്നെ പറയാൻ പേടിയാണ്. അപ്പൊ തന്നെ മധുരം പറയുമ്പോ തന്നെ മറ്റുള്ളവർ ആ ഷുഗർ ഉണ്ടോ ഈ ചോദ്യം ചോദിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടലില്ലേ. പക്ഷെ ഷുഗർ രോഗം മാറിക്കഴിഞ്ഞിട്ട് എനിക്ക് ഷുഗർ വേണ്ട എന്ന് ധൈര്യമായിട്ട് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ എവിടെ പോയാലും എനിക്ക് ഷുഗർ വേണ്ട, എനിക്ക് ഷുഗർ ഇല്ലാത്ത, അപ്പൊ എന്താ ചോദിച്ചുമ്പോൾ ഷുഗർ ഉണ്ടോ, ആ ഉണ്ടായിരുന്നു, മാറിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ നിയന്ത്രിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വേണ്ട. ഇനി ആ സമയത്ത് തന്നെ അവിടെ വെച്ച് ഹലുവേ വേറെ എന്തെങ്കിലും ഉണ്ട് അതെടുത്ത് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ആഗ്രഹമുള്ള സാധനം നമ്മൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് സാധിക്കുക? നമ്മൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഷുഗറിനെ നമ്മൾ സ്വയം നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതൊരു ക്ലാസ് പോലെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ഇതെന്താ വെച്ചാൽ, ഞാനൊക്കെ പ്രയാസപ്പെട്ടത് എനിക്ക് ശരിക്കും അറിയാം. നമുക്കൊരു ഗൈഡ് ഇല്ലായിരുന്നു, എന്താ ചെയ്യേണ്ടി അറിയില്ലായിരുന്നു. നേരിട്ട് എല്ലാവർക്കും എന്താ സംഭവിക്കുക അതന്നെ എനിക്ക് സംഭവിച്ചത്. എല്ലാവരും എന്താ ചെയ്യുക, ഷുഗർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡോക്ടർക്ക് പോകും. ഡോക്ടർ എന്ത് ചെയ്യും, വേഗം ഒരു ഗുളിക എഴുതും. ഗുളിക എങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞു തരും. ഗുളിക അത് കുടിക്കും. ഗുളിക സ്റ്റാർട്ട് ചെയ്യും. മരിക്കുന്നവരെ ഗുളിക കുടിക്കണം. ഗുളിക കൊണ്ട് നിന്നിട്ടില്ല വെച്ചെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ഇൻസുലിൻ അടിക്കണം. ഇൻസുലിൻ എപ്പോഴും അടിക്കണം, മരിക്കുന്നവരെ അടിക്കണം. അപ്പൊ ഇത് മരണത്തോടു കൂടി മാറുന്ന ഒരു അസുഖമാണെന്ന് വിചാരിച്ചിട്ടാണ് മനുഷ്യന്മാർ ഇത്ര പ്രയാസപ്പെട്ടാണ് നടക്കുന്നത്. ഇത് ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത്. അത് ആവശ്യമില്ല എന്ന് പറയാന്ന് മാത്രമല്ല, ഞാൻ തെളിയിച്ച് നിങ്ങളെ ശരീരത്തിൽ കാണിച്ചു തരാൻ എന്നെ കൂടി സാധിക്കും. പക്ഷെ നിങ്ങളതിന് തയ്യാറാകണം. നിങ്ങളത് തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ഷുഗർ രോഗം 100% നിങ്ങളുടെ ശരീരത്തിൽ മാറും. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ സ്വയം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എന്താ, ധൈര്യമായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. ഞാനിപ്പോ ഇന്ന് രാവിലെ പുട്ട് കഴിച്ചു, വയറ് കഴിച്ചു, അതേപോലെ തന്നെ ഇന്നലെ പായസം കുടിച്ചു, പൂരി കഴിച്ചു. എന്നാൽ നമുക്ക് എല്ലാം കഴിക്കാൻ വേണ്ടി സാധിക്കും. ഈ പറഞ്ഞ നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞ ഫ്രൂട്ട്സുകൾ കഴിക്കാൻ പറ്റും, മധുര പലഹാരങ്ങൾ ഒഴിവാക്കണ്ട, കഴിക്കാൻ പറ്റും. പക്ഷെ എന്താണ്, തുടക്കത്തിൽ നിങ്ങൾക്ക് 4 വർഷം 5 വർഷം 12 വർഷത്തെ വരെ ആയ മരുന്നുടിക്കുന്ന രോഗികൾ എനിക്കറിയാം. എന്റെ യൂട്യൂബിന്റെ സംസാരം കേട്ടിട്ട് ശേഷം അവർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും എന്ത് ചെയ്യാ, കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും അറിയില്ല, സാധാരണക്കാരാണ്. അപ്പൊ അവർക്ക് ഞാനിത് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് അവർ വീട്ടുകാരോട് പറയുന്നു, ശ്രദ്ധിക്കണം കേട്ടോ, ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നറിയും. എന്നിട്ട് അവർ നിരന്തരമായിട്ട് യൂട്യൂബ് കാണുകയും അത് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. പിന്നെ ചില ആൾക്കാർക്കുള്ള സംശയം എന്താ വെച്ചാല്, നമ്മൾ അത് കുടിച്ച് അതിന്റെ അടിയിൽ കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വേറെ ആരെങ്കിലും പറയുന്ന അതിന്റെ വെള്ളം കുടിച്ചാൽ മതി, ഇത് കുടിച്ചാൽ മതി, അല്ലെങ്കിൽ കോഫി കുടിച്ചാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ ഇത് കുടിച്ചാൽ മതി, ഈ അതൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്ന കാര്യം എനിക്ക് മാറിയത് എങ്ങനെയെന്നില്ല, നിങ്ങൾക്ക് മാറുമ്പോഴാണ് നിങ്ങൾക്ക് അത് ബോധ്യമാകുക. അപ്പൊ അതിന് ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരു 30 ദിവസം, ഇത്രയും വർഷം നിങ്ങൾ ഈ ഷുഗർ കൊണ്ട് നടന്നതല്ലേ, ഒരു 30 ദിവസം ഒന്ന് ചെയ്തു നോക്കൂ. ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് കമന്റ് ചെയ്യണം.
എനിക്ക് മാറിയിട്ടുണ്ട്, അറിയുന്നവര് കമന്റ് ചെയ്യണം, എനിക്ക് മാറിയിട്ടുണ്ട്, സുഖമുണ്ട്, ഇത് നല്ലൊരു സംസാരമാണ്, ഇത് പറഞ്ഞു തരുന്നത് ശരിയാണെന്ന് തോന്നണം. അത് മാത്രല്ല, ഞാൻ പറഞ്ഞു തരുന്നത് വളരെ ലളിതമായി സാധാരണ നമ്മൾ സംസാരിക്കുന്നത് പോലെയാണ് പറയുന്നത്. അപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഷുഗറിനെ മാറ്റുകയും വീണ്ടും നമ്മൾ ഒരു മണിക്കൂറോളം എക്സസൈസ്, ഈ എക്സസൈസ് ഷുഗറിനെ മാറ്റാൻ മാത്രമല്ല, നമ്മൾക്ക് വയസ്സായി വരുന്നതിനനുസരിച്ച് ശരീരത്തിലെ ജോയിന്റുകളൊക്കെ വർക്ക് ചെയ്യണം, രക്തോട്ടം നടക്കണം, ശരീരത്തിൽ രക്തോട്ടം നടക്കണം, ഓരോ ജോയിന്റുകളിൽ രക്തോട്ടം നടക്കണം. ഇതൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രായഭേദമന്യേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരുന്നത് ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സസൈസിലേക്ക് ഞാൻ ലൈവായിട്ടും അതേപോലെ തന്നെ ഒരാഴ്ചയിൽ ഞായറാഴ്ച ദിവസം ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ യൂട്യൂബിൽ തന്നെ എക്സസൈസ് ഇടാൻ വേണ്ടി തീരുമാനിച്ചത്. എൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യും, ഞങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. സമയം നിർണ്ണയിക്കുക, രാവിലെ ഒരു 6 മണി മുതൽ ഒരു 7 മണി വരെ ഞായറാഴ്ച, അതാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. 6 മണി മുതൽ 7 മണി വരെ. അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ കുറേശ്ശെ പഠിപ്പിച്ചു തരിക, ഒരു ട്രെയിനിങ് എന്ന നിലക്കാണ് ഞാൻ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരാം. നമുക്ക് കൂടെ ഇരുന്ന് കണ്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഈ എക്സസൈസുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ അവരെ വീട്ടിൽ വന്നുകൊണ്ട് തന്നെ ഈ ട്രെയിനിങ്ങും തരുന്നതാണ് ഫ്രീ ആയിട്ട്. അടുത്ത മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ഉള്ളിൽ പെടുന്ന ആളുകൾ, ദൂരമുള്ളവർക്ക് വാഹനത്തിന്റെ ഡീസലിന്റെ പൈസ തരേണ്ടി വരും. കാരണം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ട്രെയിനിങ് ഞാൻ പൂർത്തിയാക്കി തരും. ഏത് ഷുഗറിന്റെ ഭക്ഷണത്തിന്റെ രീതിയും ഞാൻ പൂർത്തിയാക്കി തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യേണ്ടതും ഞാൻ നിങ്ങൾക്ക് പരമാവധി പഠിപ്പിച്ചു തരും. അതിന് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരും. കാരണം ഞാനൊരു ദൗത്യമായിട്ടാണ് ഞാൻ അത് ഏറ്റെടുത്തിട്ടുള്ളത്. കുറെ ആൾക്കാർക്ക് പേടിയാണ്, മരുന്നില്ലാത്തത് മാറും, മരുന്ന് കുടിക്കാത്തത് മാറുക, ഞാൻ മരുന്ന് നിർത്തിയാൽ പ്രശ്നമാകുമോ, എനിക്ക് ചോറ് നിർത്താൻ പറ്റൂല. എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഒരു കുടുംബക്കാരുണ്ട്, അവർ ചോദിച്ചെന്നെ ഒറ്റ ചോദ്യം ചോദിച്ചു, എനിക്ക് ചോറ് ഒഴിവാക്കുന്ന കാര്യത്തിലാണ് കുറച്ചൊരു. അപ്പൊ എന്താണ് ഞാൻ അവരോട് തിരിച്ചു വന്നത്, ചോറ് ഒഴിവാക്കിയിട്ടില്ല വെച്ചാൽ കാലാകാലത്തിന് ചോറ് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ സൈഡ് മുഴുവൻ തളർന്നു പോകും. പിന്നെ ചോറ് എന്നല്ല, വെള്ളം തന്നെ മാതിരി കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ചോറും ഭക്ഷണം ഒക്കെ കഴിക്കാൻ പറ്റും, ബിരിയാണി തിന്നാൻ പറ്റും, നെയ്ച്ചോറ് തിന്നാൻ പറ്റും, എല്ലാ കാര്യം കഴിക്കാൻ പറ്റും. പക്ഷെ ഒരു 30 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം 30 ദിവസം കൊണ്ട് നമുക്ക് വളരെ കൃത്യമായി നമുക്കൊരു ഓർഡറിൽ മനസ്സിലാവും. ആദ്യം ഒരു ഓർഡറിൽ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കാരണങ്ങളും എന്താണ് ഞാൻ കഴിച്ചത്, എന്താ ഇനി ഞാൻ കഴിക്കേണ്ടത് എന്നുള്ളൊരു ബോധം നമുക്ക് വരും. ഇതെല്ലാം ഞാൻ കൃത്യവും വ്യക്തമായിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത് ഒരാളാണ് കാണുന്നത്, ഒരാൾക്കാണ് ഇത് ഫലിക്കണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധാരാളം. എനിക്ക് കുറെ ആൾക്കാരെ കാണണം, കുറെ ആൾ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറെ ആൾക്കാർ കാണണം, മനസ്സിലാക്കണം, ഭയമില്ലാതെ ജീവിക്കണം, പൈസ ചെലവാക്കിയാണ്ട് പ്രൊഡക്റ്റുകൾ വാങ്ങി കഴിച്ച് മാറ്റാതെ 30 ദിവസം മാത്രം സഹോദരന്മാരെ, പ്രായമുള്ള ഉമ്മമാരെ, അച്ഛന്മാരെ, ഒരു 30 ദിവസം ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്കത് മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്നാൽ മതി. മാറ്റം വരുന്നില്ല കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് 1, 2, 3 വീഡിയോസ് കാണാം. ഇത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ കാണുക. നമ്പർ 1, നമ്പർ 2, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 നിങ്ങൾ കാണുക. ഇത് പാർട്ട് 4 ആണ്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എക്സസൈസ് പഠിപ്പിക്കാൻ വേണ്ടി നല്ലൊരു എക്സസൈസ് ആണ്. ഒരു രൂപക്ക് പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ശരീരം മൊത്തത്തിലുള്ള എക്സസൈസ് ആണ്. പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും കുമ്പ ചാടിയത് മുഴുവനും 100% നിങ്ങൾക്ക് കുറഞ്ഞ് വളരെ ലൈറ്റ് വെയിറ്റ് ആകാനുള്ള എക്സസൈസ് ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അറിയിക്കുക. വീട്ടിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ എക്സസൈസ് ട്രെയിനിങ് തരുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്നെ സമീപിക്കുക. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട്
അത് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന് സമയബന്ധിതമായിട്ടായിരിക്കും ചെയ്യുക. ഞായറാഴ്ച ദിവസം എനിക്ക് ഒഴിവുള്ളൂ. ആ ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് ആ ട്രെയിനിങ് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കഴിക്കേണ്ടത് എന്താണ്? നിങ്ങൾ കഴിക്കേണ്ടത് പിന്നെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ചായ, മധുരമില്ലാത്ത ചായ നിങ്ങൾക്ക് കുടിക്കാം. കട്ടൻ ചായ നിങ്ങൾക്ക് ഏലക്കായ, ഒന്നോ രണ്ടോ ഏലക്കായ ഇട്ടിട്ട് മധുരമില്ലാത്ത ഏലക്കായന്റെ കട്ടൻ ചായ നിങ്ങൾക്ക് കുടിക്കാം. നിങ്ങൾക്ക് മോരും വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. തൈര് നിങ്ങൾക്ക് കഴിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ ലെമൺ ജ്യൂസ് കുടിക്കാം, ഉപ്പിട്ടുകാണ്ട് ലേശം. അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ തൈര് കുടിക്കാം, ലസ്സി കുടിക്കാം മധുരമില്ലാതെ. കാരണം മധുരമില്ലാത്ത കട്ടത്തൈര് നമുക്ക് മേടിക്കാൻ കിട്ടും. അതൊക്കെ വയറ്റിന് നല്ലതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. അതിൽ പുതിയ ഇൻഫോർമേഷൻ ആയിട്ട് ഞാൻ വരും. നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.